നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമ്മുടെ കപ്പൽ ഇപ്പോൾ ടർക്കി എന്ന രാജ്യത്തെ ഒരു ഷിപ്പ് യാർഡിൽ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനായിട്ട് വന്ന് കിടക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കപ്പലിനെ കൂടാതെ മറ്റ് പല കപ്പലുകളും നമ്മുടെ സൈഡ് വശത്തായിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ചില കണ്ടെയ്നർ കപ്പലുകളുടെ ഹോൾഡ് അതായത് അറകളുടെ ഹാച്ച് കവറുകളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ കുറേ കാര്യങ്ങൾ സ്റ്റീലൊക്കെ റിന്യൂ ചെയ്യാനും വെൽഡ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പം കപ്പൽ ശാലയിലെ ജോലിക്കാരവിടെ പണികളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മുടെ കപ്പൽ ഈ ഓറഞ്ച് കളറുള്ള ഒരു റോറോ കണ്ടെയ്നർ കപ്പലാണ്. അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ സ്റ്റേൺ റാമ്പ് പെയിൻ്റ് അടിക്കുന്ന വീഡിയോയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മഞ്ഞ കളറുള്ള 2 കപ്പലിൻ്റെ വിശേഷമായിട്ടായിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നത്. അപ്പോൾ ആ കപ്പലൊക്കെ നമ്മുടെ സൈഡിൽ കിടപ്പുണ്ട്. അതും കാറുകളൊക്കെ കയറ്റാൻ സാധിക്കുന്ന ഒരു കപ്പലാണ്. അപ്പോൾ അതിൽ വലിയ ക്രെയിനൊക്കെ കൊടുത്തിരുന്നതുകൊണ്ട് ഓടിച്ചുകൊണ്ട് കാറുകൾ കയറ്റാം, അല്ലാതെ കുറച്ച് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുത്ത് കയറ്റാനും സാധിക്കും. അങ്ങനെ പല തരത്തിലുള്ള കപ്പലുകൾ നമ്മുടെ അവിടെ റിപ്പയറിങ്ങിനൊക്കെ ആയിട്ട് ആ ഒരു ടർക്കിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടർക്കിയിൽ പല കമ്പനികളുടെ ഡ്രൈ ഡോക്കുണ്ട്. ഇപ്പം നമ്മൾ വന്നേക്കുന്ന ആ കമ്പനിയുടെ ഡ്രൈ ഡോക്കിൽ 2 ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കപ്പലുകളുടെ പണികളൊക്കെ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞിട്ട് വേണം ബാക്കി വെയിറ്റിങ്ങിലുള്ള നമ്മളെപ്പോലുള്ള കപ്പലുകൾക്ക് കട്ടപ്പുറത്ത്, അതായത് ഡ്രൈ ഡോക്കിലേക്ക് കയറാനായിട്ട്. ഇപ്പോൾ നീല കളറുള്ള ഈ ഒരു കപ്പൽ ഡ്രൈ ഡോക്കിൽ അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഒരു ചെറിയ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കിൽ ഒരു കണ്ടെയ്നർ കപ്പലും കിടക്കുന്നത് കാണാം. അപ്പോൾ ആ നീലക്കപ്പലിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പൽ പോയിട്ട് വേണം അടുത്ത വെയിറ്റിങ്ങിൽ കിടക്കുന്ന കപ്പലിന് അകത്തേക്ക് കയറാനായിട്ട്. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഡ്രൈ ഡോക്കുകൾ ഉള്ളത്. അതുപോലെ ദുബായിൽ ഡ്രൈ ഡോക്കുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഡ്രൈ ഡോക്കുകളുണ്ട്. കപ്പൽ കിടക്കുന്ന സ്ഥലവും അതിന് ചെയ്യാനുള്ള ചെലവും അതുപോലെ ഡ്രൈ ഡോക്കിൻ്റെ ഒഴിവുകളും നോക്കിയിട്ടാണ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് കപ്പൽ മുതലാളികൾ തീരുമാനിക്കുന്നത്. സാധാരണയായിട്ട് ചൈനയിലെ ഡ്രൈ ഡോക്കിലെ പണികളൊക്കെ കുറച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മുടെ കപ്പലിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എക്സ്പയർ ആയതുകൊണ്ട്, അതിൻ്റെ കാലാവധിയൊക്കെ തീർന്നതുകൊണ്ട് ഇനി ചൈന വരെ ഡ്രൈ ഡോക്ക് ചെയ്യാനായിട്ട് അത്ര ഇന്ധനം കത്തിച്ച് പോകുന്നത് ലാഭകരമല്ല. അതുകൊണ്ടാണ് നമ്മുടെ കപ്പൽ ഇപ്പം ടർക്കിയിലെ ഡ്രൈ ഡോക്കിൽ കയറിയിരിക്കുന്നത്. സൈഡിലുള്ള കണ്ടെയ്നർ കപ്പലിൻ്റെ വശത്തായിട്ട് ഒരു ബൾക്ക് ക്യാരിയർ കപ്പൽ കിടപ്പുണ്ട്. ബൾക്ക് ക്യാരിയർ കപ്പലുകളിൽ സിമൻറ്റ്, പഞ്ചസാര, ധാന്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം തന്നെ ബൾക്കായിട്ട് ലോഡ് ചെയ്യാനുള്ള അറകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലായിട്ട് മറ്റൊരു കണ്ടെയ്നർ കപ്പൽ കിടക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെയും ഹാച്ച് കവർ നമ്മൾ വീഡിയോ തുടക്കത്തിൽ പുറത്ത് കിടക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പയറിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി തിരിച്ച് കപ്പലിലേക്ക് വരുന്നത്. അപ്പം നമ്മുടെ കപ്പലിലും ഇപ്പോൾ പുറമേ വലിയ പണികളൊക്കെ നടപ്പില്ലെങ്കിലും അകത്ത് കുറേ പണികൾ നടപ്പുണ്ട്. കപ്പൽ ഡ്രൈ ഡോക്കിൽ കയറുമ്പോൾ വെള്ളത്തിൽ വെച്ച് നടക്കാൻ പറ്റാത്ത അങ്ങനത്തെ വർക്കുകളൊക്കെ ആയിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് എല്ലാ 5 വർഷം കൂടുമ്പോഴായിരിക്കും കപ്പലിനെ ഡ്രൈ ഡോക്കിലേക്ക് കയറ്റുന്നത്. അപ്പം ഈ ഒരു ഷിപ്പ് യാർഡിൻ്റെ അവിടെ കുറേ വർക്ക്ഷോപ്പുകൾ കാണാം. ഇപ്പം കപ്പലിലെ കുറേ മെഷീനറീസിൻ്റെയൊക്കെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു വർക്ക്ഷോപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണയായിട്ട് ഒരാഴ്ച മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഡ്രൈ ഡോക്കിൽ, അതായത് ഈ കട്ടപ്പുറത്തുള്ള പണികളൊക്കെ തീരേണ്ടതാണ്. പിന്നെ ഓരോ കപ്പലിൻ്റെ ഉള്ളിലെ പണികൾ എത്ര സമയമെടുക്കും എന്നുള്ളത് അവിടെ കയറി കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്നാലും പൊതുവേ ഒരാഴ്ച തൊട്ട് ഒരു 10-12 ദിവസത്തിനുള്ളിൽ പണികളൊക്കെ തീരേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കപ്പൽ താമസിക്കാതെ ഡ്രൈ ഡോക്കിൽ, അതായത് കട്ടപ്പുറത്ത് കരയിൽ കയറി ബാക്കി കുറേ പെയിൻറ്റിങ്ങും ബാക്കി റിപ്പയർ വർക്കുകളൊക്കെ ഉടനെ ചെയ്യുന്നതായിരിക്കാം. അപ്പം നമ്മുടെ തുടർന്നുള്ള വീഡിയോയിൽ ഇന്നേവരെ നമ്മുടെ ഈ ചാനലിൽ കാണിക്കാത്ത ഡ്രൈ ഡോക്കിൽ കയറുന്ന വീഡിയോ ഒക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.